കുഞ്ഞിപ്പെണ്ണേ, തക്കുടു ബാബ ഉറക്കൊന്നും വരണ്ട കേട്ടാ. തക്കുടൊന്ന് പാട്ട് പാടി തരട്ടെ പാപ്പ. മാതാവിന്റെ പാട്ട് പാടട്ടെ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോണിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എൻ്റെ പേര് ഷൈജു. ഞാൻ കരയാമ്പറമ്പ് ഇടവാംഗമാണ്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മ, ചേട്ടൻ, ഭാര്യ, 3 കുട്ടികൾ. എൻ്റെ 3ാമത്തെ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഏഞ്ചലേ, ഏഞ്ചലേ, ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ അമ്മ, ചേട്ടൻ, അപ്പൻ തീരെ വയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ 2ാമത്തെ കുഞ്ഞ് പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്, 7ാം ക്ലാസ്സുകാരിയാണ്. ഇതെൻ്റെ മൂത്ത കുട്ടി +1 ഏഞ്ചൽ. എൻ്റെ ഇളയ കുഞ്ഞ് ആൻവിയ, ഇതെൻ്റെ വൈഫ്. ഇതാണ് എൻ്റെ കുടുംബം. എന്നെ മാതാവിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് എൻ്റെ അമ്മയാണ്. കുഞ്ഞുനാൾ മുതൽ അമ്മ മാതാവിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും എൻ്റെ മനസ്സിലത് വളരെ നന്നായിട്ട് പതിഞ്ഞു. ഇന്ന് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാതാവിനുള്ള ഭക്തിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. മാതാവാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയവും മധ്യസ്ഥയും. മാതാവിൻ്റെ അനുഗ്രഹങ്ങളാണ് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. മാതാവിനോട് എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ വഴി അത് സാധിച്ചു കിട്ടും എന്നുള്ളതിനൊരു തെളിവാണ് ഞാൻ. കാരണം ഒരു വലിയ അപകടത്തിൽ നിന്ന് എന്നെ മാതാവ്, എൻ്റെ കുടുംബത്തെ രക്ഷിച്ചു മാതാവ്. അതിലൂടെ എനിക്ക് മാതാവിനോടുള്ള കൂടുതൽ വിശ്വാസവും ഭക്തിയും കൂടുതൽ വർദ്ധിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. 2014 ജൂൺ മാസം 15-ാം തീയതി ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ അപകടത്തിൽ എൻ്റെ തലയുടെ ഈ ഭാഗം കംപ്ലീറ്റ് തകർന്നു. പിന്നെ വൈഫിൻ്റെ ഈ എളിയുടെ ഒരു പോർഷൻ ഇറങ്ങിപ്പോയി. പിന്നെ എൻ്റെ മൂത്ത ഏഞ്ചൽ മോളുണ്ടായിരുന്നു. ഏഞ്ചൽ മോളെ ദൈവം ഒരു പോറൽ പോലും ഇല്ലാതെ അവിടെ കാത്ത് രക്ഷിച്ചു. ആ അപകടത്തെ തുടർന്ന് എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ലൊരു സർജറി എനിക്ക് വേണ്ടി വന്നു. ആ സർജറി കഴിയുന്നവരേക്കും ഡോക്ടർമാർ പറഞ്ഞത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒരു പക്ഷേ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വരെ പറഞ്ഞതാണ്. പക്ഷേ മാതാവിൻ്റെ വലിയ അനുഗ്രഹം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളും ഇടവകയും എൻ്റെ യൂണിറ്റുകാരും എൻ്റെ ബന്ധുമിത്രാദികളും അയൽവക്കക്കാരും എല്ലാവരും ഒരു ഇടവക കംപ്ലീറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ മുട്ടിപ്പായി എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രാത്രി യാതൊന്നും സംഭവിക്കാതെ ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് നടന്നു. അതുപോലെ എൻ്റെ വലത്തെ കാലിൻ്റെ എളി ഇറങ്ങിപ്പോയിട്ട് മുട്ടിന് താഴെ അവർ തുളച്ച് കമ്പിയൊക്കെ ഇട്ട് വെയിറ്റൊക്കെ എല്ലാം ഇട്ട് കിടന്ന കിടപ്പിൽ എളി ഇറങ്ങിപ്പോയി. അതിനുശേഷം അവർ പിടിച്ചിട്ട് സർജറിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസക്കാലം എനിക്ക് റെസ്റ്റ് കുറഞ്ഞു. ഞങ്ങൾക്ക് 6 മാസക്കാലം ഞാൻ ആദ്യം 2-3 മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന കിടപ്പ് കിടന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഡിസ്ചാർജ് തന്ന്
വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ആ റെസ്റ്റ് തന്നെ തുടരേണ്ടി വന്നു. പിന്നെ വാക്കർ തന്ന് കുറേ നാളും വാക്കറുമ്മ നടന്ന് അങ്ങനെ കുറച്ച് മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അതിനുശേഷം ഒരു വൺ സൈഡ് സ്റ്റിക്കായി അങ്ങനെ സ്റ്റിക്കുമ്പോൾ നടന്നു. അപ്പോഴും എൻ്റെ 10 മാസമായ ഒരു കുഞ്ഞുവാവ ഉള്ളത് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ എൻ്റെ ഒപ്പം വരും. പക്ഷേ എൻ്റെ ഉടുപ്പും പിടിച്ച് വലിക്കുള്ളൂ. എനിക്ക് കുമ്പിട്ട് അവളെ ഒന്ന് എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യവും വിഷമമായിരുന്നു അന്ന്. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ മാതാവേ. ഒന്ന് കൊതിച്ചു, ഒന്ന് 2 കാലിൽ നടക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു. മറ്റുള്ളവർ മുന്നിൽ കൂടെ നടന്നു പോകുമ്പം മുന്നിലൊന്നും വേണ്ട, 2 കാലം ഉറപ്പിച്ച് എനിക്ക് ജീവിതത്തിൽ നടന്നാൽ മാത്രം മതി എന്ന് ആഗ്രഹിച്ച ആ ഒരു സമയം, അത് പറഞ്ഞ ഒരുപാട് വിഷമ. മറ്റുള്ളവർ നടക്കുമ്പോൾ ഭൂമിയിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ഒന്ന് 2 കാലിൽ ആരുടെയും പരസഹായമില്ലാതെ ഒന്ന് നടക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു സമയമായിരുന്നു അത്. അങ്ങനെ മാതാവ് എന്നെ നടത്തി 6 മാസക്കാലം അങ്ങനെ റെസ്റ്റ് ചെയ്ത് പിന്നെ നടത്തി. മാതാവ് കൈ പിടിച്ചെന്നെ നടത്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നടന്നു പോകുന്നു. പിന്നെ ചെറിയ വേദനകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ മാതാവ് ഇപ്പോഴും അത് തരണം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെയും എന്നെയും എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് അമ്മ തരുന്നുണ്ട്. അമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു എന്താ പറയുക, ചേട്ടൻ്റെ ആക്സിഡൻറ്റിന് ശേഷം തലയ്ക്കും മൂക്കിനും എല്ലാം ഭയങ്കരമായിട്ട് അപകടം, പല്ലൊക്കെ ഷേക്കായിപ്പോയി. അങ്ങനെ ഒരുപാട് പറ്റി. തലയെല്ലാം ഓപ്പൺ ചെയ്ത് സർജറി വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യണതിനും ഒരുപാട് തുകയും എല്ലാം വേണം. എനിക്കും ഒരു സർജറി വേണം. എനിക്ക് നടക്കാൻ പറ്റില്ല, കിടന്ന കിടപ്പാണ്. അപ്പോൾ ഹസ്ബൻഡിനും ഇങ്ങനെ ചെയ്യണം. 2 കുഞ്ഞു മാലാക കുട്ടികൾ, അവരുടെ കാര്യങ്ങൾ. അപ്പോൾ മാതാവിനോട് കിടന്ന കിടപ്പിലായാലും പ്രാർത്ഥിച്ചു ഒരുപാട്. മാതാവെ ഞങ്ങൾക്കൊരു രക്ഷപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ മാതാവ് അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു. സർജറി ചേട്ടനാണെങ്കിൽ ഓർമ്മയില്ല, ICUലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുന്നു, സർജറിക്ക് നിവൃത്തിയില്ല എന്ന് പറയണു. തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ, MRI കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് പറയാം, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് ഡോക്ടേഴ്സും പറഞ്ഞത്. ഞങ്ങൾ ആകെ ഒരു പ്രശ്നത്തിലായിരുന്നു. അതിനുശേഷം തമ്പുരാനോട് പ്രാർത്ഥിച്ച്, മാതാവിനോടും ഒരുപാട് പ്രാർത്ഥിച്ചു. കരണക്കൊന്തയെല്ലാം ചൊല്ലി എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടായി. നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളും ബന്ധുമിത്രാദികളും എല്ലാവരും, തമ്പുരാനും മാതാവും ഒക്കെ ഇടപെട്ട് ഞങ്ങൾ മാലാഖ അയച്ചെന്ന പോലെ മാതാവ് ഇടപെട്ട് ഡോക്ടർ പിറ്റേ ദിവസം ടെസ്റ്റുകളെല്ലാം കണ്ടു പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം, റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ ഒരു ഓർമ്മയില്ല, ബോധമില്ല, ആരും കണ്ടാലൊന്നും അറിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. പിന്നീട് സർജറി കഴിഞ്ഞു. അങ്ങനെ ICUലൊക്കെ തുടർന്നുകൊണ്ടിരുന്നു. ഒരുപാട് നാൾ റെസ്റ്റ് എടുത്തു. 3-4 മാസത്തോളം ചേട്ടന് ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. എനിക്കും കിടന്ന കിടപ്പിൽ സർജറി എനിക്കും വേണ്ടി വന്നു. എല്ലാം മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ടാണ് ഞങ്ങൾ ഇന്നീ നിലയിൽ. മാതാവ് ഞങ്ങളെ മക്കൾക്കുടെ ഭാവിക്കും എല്ലാത്തിനും മാതാവിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി പ്രകാരം മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തി. എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കാരണം ഞങ്ങൾ ഇന്ന് ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നു. എല്ലാത്തിനും നന്ദി, ഒരുപാട് നന്ദി. സെൻറ് ജോസഫ് ചർച്ച് കരയാമ്പറമ്പ് ഇടവകയിലെ സെൻറ് ജോർജ് യൂണിറ്റ് അംഗമാണ് ഞാൻ. ഷൈജു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ഷൈജുവിൻ്റെ മാതാവിനോടുള്ള ഭക്തി ഞങ്ങളെ എല്ലാവരെയും ഒത്തിരിയേറെ സ്വാധീനം ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഷൈജുവിനൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നപ്പോഴും ഷൈജു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ യൂണിറ്റ് ഉൾപ്പെടെ എല്ലാവരും തന്നെ മാതാവിനോട് പ്രത്യേകം, കാരണം മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള കാരണം ഷൈജു മാതാവിൻ്റെ ഒരു ഭക്തനായിരുന്നതുകൊണ്ട്. അപ്പോൾ ഷൈജുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഷൈജുവിനും ഷൈജുവിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ്. കാരണം ഷൈജുവിൻ്റെ വീട്ടിലെ
രണ്ടാമത്തെ നിലയിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എത്ര വൈകിയാൽ പോലും ഷൈജു ആ രൂപത്തിൻ്റെ മുമ്പിൽ പോയിട്ട് കൊന്ത ചെല്ലാതെ കിടന്നുറങ്ങണ ഒരു ശീലം അവനില്ലായിരുന്നു. അപ്പം മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ ഭക്തനാണ് ഷൈജു. പക്ഷേ ഈ അപകടത്തിൽ വളരെ വേദനിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പരിശുദ്ധ മാതാവിൻ്റെ കരുതലും സ്നേഹവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അപകടം ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകാനൊന്നും കൂട്ടാക്കിയില്ല. കാരണം എനിക്കറിയാമായിരുന്നു എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് ദൈവം അനുവദിച്ച് തന്നത് തന്നെയാണെന്നായിരുന്നു എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൽ തന്നെയായിരുന്നു ഞാൻ അബോധാവസ്ഥയിൽ കിടന്നപ്പോഴും പരിശുദ്ധ മാതാവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ കുടുംബത്തിനെ പറ്റിയുള്ള ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിന് ആരുണ്ട് എന്നുള്ളൊരു വലിയ വേദനിക്കുന്ന ഒരവസ്ഥയെ കൂടെ കടന്നു പോയപ്പോഴും മാതാവ് ശക്തി തന്നുകൊണ്ടിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയുള്ള മനസ്സിൽ ഒത്തിരി നല്ല നല്ല ചിന്തകൾ പരിശുദ്ധ മാതാവ് എപ്പോഴും തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ആ ഒരു മാസം കിടന്നത് വളരെ വേദനിച്ചും വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നോ ഞാൻ കിടന്നത്. വീട്ടിലേക്ക് പോന്നപ്പോഴും എൻ്റെ ചിന്ത എൻ്റെ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വളരെ ആശങ്കയായിരുന്നു. പക്ഷേ എൻ്റെ നല്ല സുഹൃത്തുക്കളും ഇടവകയും നമ്മുടെ യൂണിറ്റ് അംഗങ്ങളും എൻ്റെ ബന്ധുമിത്രാദികളും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷം തന്നെയായിരുന്നു എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവർ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചതുകൊണ്ടും എന്നെ ദൈവം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹമല്ലാതെ ഇത് മറ്റൊന്നും എനിക്ക് പറയാനില്ല. കാരണം ആ അവസ്ഥയിൽ ഡോക്ടർമാർ വരെ പറഞ്ഞത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാം, ഒരുപക്ഷെ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കൂടി ഒരു കാര്യമായിട്ടുള്ള ഒരു ഡിസോർഡർ ആയിരിക്കും എനിക്ക് വരിക എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, പ്രാർത്ഥനയുടെ ശക്തി, മാതാവിനോടുള്ള ശക്തമായ മാധ്യസ്ഥത്തിൻ്റെ ശക്തി കൊണ്ട് എനിക്ക് അങ്ങനെ പറയത്തക്ക യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ട് മാതാവ് എന്നെ കരകയറ്റി ഉയർത്തിക്കൊണ്ട് പോന്നു. അതിന് മാതാവിനോട് 1000 നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഔസേപിതാവിൻ്റെ തൊഴിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മരപ്പണിക്കാരനായിരുന്നു ഞാൻ. ഈ മരപ്പണി ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പോൾ കുറേ നാൾ ഞാൻ ആ വർക്കിന് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമുക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവ്, നിനക്ക് അറിയാം എൻ്റെ ജീവിതത്തിൽ ഈ വന്ന അപകടം തരണം ചെയ്യാനുള്ള ശക്തിയും കൃപയും നീ എനിക്ക് തരും. നിൻ്റെ ശക്തമായ മാധ്യസ്ഥം കൊണ്ട് നീ എന്നെ ഉയർത്തുകയും വളർത്തുന്നതിന് ചെയ്യുന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഒരു പ്രത്യാശ എൻ്റെ മനസ്സിൽ മാതാവ് എപ്പോഴും തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. വിശുദ്ധ ഔസേപിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, ഔസേപിതാവിൻ്റെ തൊഴിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ ആ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഞാനെങ്ങനെ മുന്നോട്ട് പോകും? എനിക്കതിനെപ്പറ്റി ആശങ്കയും വളരെ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? രാത്രി ഒരു 3 മണിക്ക് കരണക്കൊന്ത ചെല്ലാൻ നേരത്ത് ഞാൻ മാതാവിനെയും ഈശോയും കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരവസരം നീ എനിക്ക് തരണേ, ഒരു ശക്തി നീ തരണേ. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് ഒരു അത്ഭുതം എന്ന് പറയട്ടെ, പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം എന്ന് പറയട്ടെ, വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം എന്ന് പറയട്ടെ, എന്നെ കൊണ്ട് ഇരുത്തിയത് വിശുദ്ധ ഔസേപിതാവിൻ്റെ നടക്കുക തന്നെയാണ് എന്നെ കൊണ്ടിരുത്തിയത്. കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ തരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കാണ് എന്നെ പരിശുദ്ധ മാതാവ് വളർത്തിയത്. ഇന്ന് കരയാമ്പറമ്പ് സെൻറ്റ് ജോസഫ് ദേവാലയത്തിനോട് ചേർന്ന് ഒരു കടമുറിയിൽ ഒരു ചെറിയ കച്ചവടക്കാരനായിട്ട് ഇരിക്കാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിച്ചു. അതിന് പരിശുദ്ധ മാതാവിനോട് ഈശോയോടും പിതാവായ ദൈവത്തോടും ഹൃദയം തുറന്ന് നന്ദി പറയുകയാണ്.
ഇതാണ് എൻ്റെ ഇടവക ദേവാലയം. വിശുദ്ധ ഔസേപിതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ് എൻ്റേത്. പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധ ഔസേപിതാവും തിരുക്കുടുംബവും ഈ ഇടവകയിൽ നൽകി വരുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തന്നെ ലഭിക്കാറുണ്ട്. ഇപ്പോഴും ഓരോ ദിവസവും അനേകായിരം വിശ്വാസികൾ വിശുദ്ധ ഔസേപിതാവിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഔസേപിതാവിൻ്റെ ഉറങ്ങുന്ന തിരുസ്വരൂപത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ തിരുസ്വരൂപത്തിനോട് നമ്മുടെ മനസ്സിൽ എന്ത് നൊമ്പരം ഏറ്റെടുത്ത് പറഞ്ഞാലും വിശുദ്ധ ഔസേപിതാവ് അതിന് അപ്പോൾ തന്നെ അനുഗ്രഹമായിട്ട് നമുക്ക് തിരിച്ചു തരും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വേദനകൾ അർപ്പിക്കുമ്പോഴും പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ കൊണ്ടുവന്നു തരും. ഇതാണ് എൻ്റെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ കുരിശിൻ കീഴിൽ വന്നിരുന്ന് ഞാൻ പറയാറ്. ഈ കുരിശിന്റെ കീഴിലിരുന്ന് പറയുമ്പോൾ വലിയ ആശ്വാസവും അനുഗ്രഹവും എനിക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ അനുഗ്രഹവും ആശീർവാദവും കൃപയും ലഭിക്കും. ഇനിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ ജപമാല വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരുവിധ അളവില്ലാത്ത അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ മാതാവ് നമുക്ക് തരിക. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഏകദേശം 3 മണിയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. 3 മണിയാകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് കരുണക്കന്ത ചെല്ലും മാതാവിന്റെ മുമ്പിൽ ചെന്നിരുന്നു. അത് കുറെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. ആ മാതാവിന്റെ ആ കരുണക്കൊന്തയിലും മാതാവിന്റെ പ്രാർത്ഥനയിലും ഇതെല്ലാം വിശ്വാസം എൻ്റെ വർദ്ധിപ്പിക്കുന്നതിന് വളരെ സഹായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതിനുശേഷം ഒരു വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ സാധാരണ ഞാൻ മുടക്കാറില്ല. ഏതാണ്ട് ഒരു 8-8:15 കട അടച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കാറുണ്ട്. രാവിലത്തെ പ്രാർത്ഥന ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. മാതാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കൈവിടാത്ത പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് പിന്നോട്ട് പോവില്ല. മാതാവ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും സഫലീകരിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വലിയൊരു അളവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ സമയം നമ്മൾ ജപമാല വഴി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും പ്രത്യേകം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വലിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിലൂടെ നൽകി വരുന്ന ഓരോ ദിവസവും നൽകി വരുന്ന അനവധിയായ അനുഗ്രഹങ്ങൾ.